അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ഭാഗം കണ്ടോ? 1 തിമോഥെയോസ് 3:16. അവൻ ജഡത്തിൽ. ഈ അവൻ എന്നൊക്കെ പറയുന്നത് മലയാള വേദപുസ്തകത്തിൻ്റെ ഭാഷാന്തരത്തിൽ വന്ന ഒരു സ്ഖലിതമാണ്. എന്ന് പറഞ്ഞാൽ ഭാഷാന്തരത്തിൽ ഒരു തെറ്റാണ്. അവനെന്നൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ആ വാക്യത്തിൻ്റെ യഥാർത്ഥ പൊരുൾ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ദൈവത്തെയാണ് എന്തോ കയറി വിളിച്ചേക്കുന്ന മലയാളി. ആണ്ടതാ നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എഫെസ്യ ലേഖനമൊക്കെ വായിച്ചാൽ സങ്കടപ്പെട്ടു പോകും. അവൻ്റെ വിളിയാലുള്ള ആശ. അവിടെ അവനെന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്നറിയാവോ? പിതാവാം ദൈവത്തെയാണ്. അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം അതാരെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് അതാരാന്നറിയാമോ? അവിടുത്തെ അവൻ ക്രിസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം മലയാളി നെടുക കയറി വിളിക്കുക എന്തോന്ന്? അവൻ. അങ്ങനെ വേദോസത്യം വായിച്ച് നിൽക്കുന്നത് കണ്ടില്ലോ. നീ എന്നും പറഞ്ഞാൽ നിൽക്കുക. പ്രാർത്ഥിക്കുന്നവർ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനകത്തൊരു 15 പ്രാവശ്യം ദൈവത്തെ നീ എന്നും നിൻ്റെ എന്നും പറയാറുണ്ട്. നിൻ്റെ കൃപ, നിൻ്റെ ശക്തി, നിൻ്റെ ദാസനെ നീ തന്നെ ഉപയോഗിക്കണേ. ചിലർ പ്രാർത്ഥിച്ച് മൈക്കും ലൈറ്റും എല്ലാം നീ പ്രവർത്തിപ്പിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം ആരെ ഏൽപ്പിക്കുക? നീ 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 നിൻ്റെ നിൻ്റെ എന്നുള്ള പ്രശ്നമാണ്. സ്തോത്രം. എന്നാ ഗുരുതരമാണെന്നറിയാം. പഴയ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ദീ ദൈ ദൗ അങ്ങനെ ഉള്ള പ്രയോഗമുണ്ട്. അങ്ങ് അവിടുന്ന് അവിടുത്തോട്. അത് വെട്ടിമാറ്റി ഇംഗ്ലീഷിൽ യു ആക്കിയപ്പം മലയാളത്തിൽ അതെന്തോ ആയി മാറി? നീയും നിൻ്റെയും അവൻ്റെയും ഒക്കെയായി. ഗുരുതരമാണ് ഇത്. ഗുരുതരമാണ്. നീയെന്നും നിൻ്റെ എന്നൊക്കെ കയറി വിളിക്കുന്ന ഗുരുതരമാണോ എന്നറിയാൻ ഒരു ഉദാഹരണമല്ല, ഒരു നടപടി ഞാൻ പറയാം. ഇന്ന് വീട്ടിൽ ചെന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീട്ടിൽ ചെന്ന് പപ്പായോട് ചോദിക്കണം, നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു? അപ്പനോട് ചോദിക്കണം. അമ്മയോട് ചോദിക്കണം, മമ്മി നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നില്ല, എവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കണം. അടിയുടെ പെരുന്നാളായിരിക്കും മോനെ. കോളിയൂർ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഇവിടുത്തെ റോഡിൽ ഇവിടുത്തെ സ്ഥലം SI നിൽക്കുക. നീ രാത്രിയിൽ എന്നെ ഇവിടെ നിൽക്കുന്നത് ചോദിക്കാവോ? 2 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി കിട്ടും. അലക്സ് പാസ്റ്റർ രാവിലെ വന്ന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോരും. ചാർജ് ചെയ്ത കേസ് എന്തോന്നറിയാമോ? SI നീ എന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥ. ഇതൊന്നും അറിയാതെ നമ്മൾ ദൈവത്തെ കയറി എന്തോ പറയുന്നത്. അപ്പം 2 തിമോഥെയോസ് 3:16 വന്നേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല വരേണ്ടത്, പിന്നെന്തോ ആണ്? ദൈവം. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു.